ഷാഫി പറമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ചർച്ചയിൽ അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിൽ വളരെ സജീവമായിക്കൊണ്ട് KPCCയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ 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 പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഷാഫി എന്ന് പറഞ്ഞാൽ എന്നാ സുമ്മാവാ? ഷാഫി വെറുതെ ഡൽഹിയിൽ പോയിരിക്കുകയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അല്ലെന്നേ, ഷാഫി ഡൽഹിയിൽ പോയതിനൊക്കെ ചില കാര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. പാലക്കാടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് തീരുമാനമുണ്ടാക്കാൻ തന്നെയാണ് ഷാഫി ഈ പറയുന്ന ഡൽഹിയിലിരിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരത്തെ ഞാനിങ്ങനെ ചെക്ക് ചെയ്യുന്നത് എൻ്റെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ചില സംസാരങ്ങളുടെ കമന്റ് ബോക്സ് ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നു. ഈ കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് എന്താ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് സതീശനെ മനസ്സിലായിട്ടില്ല, സതീശൻ ചതിച്ചതാണ്, സതീശൻ ഒലത്തിയതാണ്. ഈ പറയുന്ന നിങ്ങൾക്കാണ് കാര്യം മനസ്സിലാകാത്തത്. സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഞാൻ പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ രാഹുൽ പറയുന്നത് കേൾക്ക്. രാഹുൽ കഴിഞ്ഞ ദിവസം 24-ഉമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ എന്താ പറഞ്ഞേ? ശരിയാണ്, എന്നെ പാർട്ടി കേട്ടില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട്, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ട് പിടിപ്പത് പണിയെടുക്കുകയാണ് ആര്? ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ്. വെറുതെ ഒന്നല്ല, പിടിപ്പത് പണി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പണിയല്ല. അവിടെ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പേര് വെക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ആരോപണങ്ങള്, വിവാദങ്ങള്, പരാതികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ രാഹുലിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ആര് പറഞ്ഞാലും, ഷാഫി പറഞ്ഞാലും ഇനി ആര് പറഞ്ഞാലും അവിടെ മറു ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അല്ലേ? ഈ പരാതിയുടെ അടിസ്ഥാനത്തില്, ഈ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് രാഹുലിനെ പാർട്ടി പുറത്താക്കിയത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ആരെങ്കിലും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ, രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ അർത്ഥത്തിൽ പ്രശ്നമാകും. കാരണം ഒന്ന്, പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന വ്യക്തിയാണ്. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് രാഹുലിനോട് വലിയ സ്നേഹമുണ്ട്, ശരിയാണ്. രാഹുലിനോട് വലിയ പിന്തുണയുണ്ട്. അയാൾ പാലക്കാട് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലേ? നമുക്കിതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു. നിങ്ങള് പിന്തുണക്കുന്ന നമുക്കും, എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും, രാഹുൽ ഈ രാജ്യത്തിന്റെ നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു എതിരഭിപ്രായമൊന്നുമില്ല, അല്ലേ? പക്ഷെ ധാർമ്മികത എന്നൊന്ന് പറയുന്ന ഒന്നില്ലേ? ഇല്ലേ? ഈ കോടതിയിൽ 3 പരാതികൾ കോടതിയിൽ വന്നു. ഈ 3 പരാതികളിലും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് എന്താ പറഞ്ഞേ? എനിക്ക് ഇവരുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, എനിക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്നല്ല പറഞ്ഞത്. ഞാൻ ഇവരുമായിട്ടൊക്കെ എനിക്ക് ഉഭയസമ്മതത്തോട്, പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്നല്ലേ രാഹുൽ സമ്മതിച്ചത്, അല്ലേ? പരാതിയുടെ ബാക്കിയുള്ള ജെന്യൂനിറ്റി നമ്മൾ പോണില്ല. ജെന്യൂൻ അല്ല പരാതി, ബലാത്സംഗമില്ല, പീഡനമില്ല, ഇതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ പറയുന്ന ഒരു നടപടി ഉണ്ടല്ലോ, അല്ലേ? അപ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തി, അയാൾ പോയിട്ട്, അല്ലെങ്കിൽ ഇയാൾക്കൊന്ന് എല്ലാ ബുദ്ധിയുമുള്ള ഒരാള് ഇത് ചിന്തിക്കാൻ എനിക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. എല്ലാത്തിനും ബുദ്ധിയും കഴിവുമുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുണ്ടായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കേസാണ്. ഇപ്പൊ സമ്മതത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് കുത്തിപ്പുകച്ച് ചാടിക്കാനുള്ള അവസരം നോക്കി നടക്കുകയാണ് പലരും. എതിർ കക്ഷിയിൽ നിൽക്കുന്ന കണ്ണിൽ CPM-ന്റെ സഖാക്കളുടെ കണ്ണിലെ കരടാണ്, സഖാക്കളുടെ കണ്ണിലെ കരടാണ് താന് എന്നൊക്കെ അറിയാവുന്ന രാഹുല് ഇത്തരം കാര്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കേണ്ട വല്ല ഏർപ്പാടുണ്ടായിരുന്നോ? അല്ലേ?
അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം പണിയെടുക്കേണ്ടി വരുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2024 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോ, ഷാഫി വടകരയിൽ വിജയിച്ചു കയറിയപ്പോ കെ ശൈലജയെ 1,14,506 വോട്ടിന് തോറ്റു തുന്നം പാറിച്ചപ്പോ, വടകരയിൽ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് അറിഞ്ഞപ്പോ എത്ര പേരാണ് അതിന് കണ്ണും വെച്ചിരുന്നത് അല്ലേ? സീറ്റ് കിട്ടായിട്ട് മറുകണ്ഠം ചാടിയ ഒരു പൊളിറ്റിക്കൽ പിമ്പു വരെ ഇല്ലേ? അപ്പോ അവിടെ എത്ര വളരെ ഈസി ആയിട്ടാണ് രാഹുലിനെ പ്രതിഷ്ഠിക്കാൻ, രാഹുൽ മത്സരിക്കണമെന്ന് വരാൻ, രാഹുലിനെ മത്സരിപ്പിക്കാൻ പാർട്ടിക്ക് ആയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം സമ്മാനിക്കുകയും ചെയ്തു അല്ലേ? നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇന്ന് ഞാൻ രാഹുലിനെ മത്സരിപ്പിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞത് പ്രകാരം രാഹുലിനെ മത്സരിപ്പിക്കില്ല എന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അതേ പാർട്ടി തന്നെയാണ് രാഹുലിനെ MLA ആക്കിയതും എന്നുള്ള കാര്യം ആരും മറക്കണ്ട. ഉണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചരടുവലികൾ ഷാഫി ഡൽഹിയിൽ നടത്തുന്നു അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വന്നില്ലേ? രാഹുൽ എവിടെയാണുള്ളത്? രാഹുൽ പാലക്കാടുണ്ട്. രാഹുൽ എങ്ങോട്ടും പോയിട്ടില്ല. രാഹുൽ പാലക്കാടുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ പാലക്കാട് വിടാത്തത്? രാഹുൽ ഇപ്പോഴും പാലക്കാട് നിൽക്കുക. എന്താ കാര്യം? നോട്ടിഫിക്കേഷൻ വന്നില്ലേ? ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണവുമായിട്ട് ഇറങ്ങുകയും ചെയ്തു അല്ലേ? ഇപ്പോഴും രാഹുൽ എന്തുകൊണ്ട് പാലക്കാട് വിട്ടില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? രാഹുൽ പാലക്കാട് വിടാത്തതിനുള്ള കാരണം രാഹുലിന് കിട്ടിയ ഉറപ്പാ. അത് ഞാൻ നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ചില ആളുകളെ എന്നെ തെറി വിളിക്കുക. നീ എന്നാ നുണ പറയുന്നത്? നീ എന്തിനാ കളവ് പറയുന്നത്? എടോ ചങ്ങാതിമാരെ, ഇതൊന്നും കളവൊന്നല്ല. ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഭവം. നിങ്ങൾ കണ്ടോ, കോൺഗ്രസ് ലിസ്റ്റ് വരുമ്പോ പാലക്കാട് നിങ്ങൾ ആരും കരുതുന്ന ആളുകളൊന്നും ഇരിക്കില്ല. പാലക്കാട് ഒരുപാടധികം സർപ്രൈസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? രാഹുൽ പാലക്കാട് മത്സരിക്കുന്നുണ്ട്. മത്സരിക്കുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. നമ്മളെ കാര്യം അതിലൊന്നല്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻ അയാളുടെ മുന്നിലുണ്ടായിരുന്നു? അയാളെ പാർട്ടി പുറത്താക്കുമ്പോ എന്തൊക്കെയുണ്ടായിരുന്നു? അയാൾ എന്തുകൊണ്ട് ഈ നിമിഷം വരെ പാർട്ടിക്കെതിരെയോ സതീശനെതിരെയോ KPCC പ്രസിഡന്റിനെതിരെയോ മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയോ ആർക്കെതിരെയും ഒരക്ഷരം അയാൾ മിണ്ടാൻ തയ്യാറായിട്ടില്ലല്ലോ അല്ലേ? എന്തുകൊണ്ടാ? അയാളത് പറയില്ല. അയാൾ നല്ല ഒന്നാം തരം പാർട്ടിക്കാരനാ. മനസ്സിലായില്ലേ? അയാൾക്ക് വേണ്ടിയിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ചില ആളുകളുണ്ട് നല്ല ഒന്നാം തരം പിണറായി വിജയന്റെ അടിമകളാ. ഇവര് ഒരു ചെറിയ അഭിനയം നടത്തിക്കൊണ്ടിരിക്കുക. എന്താണ്? രാഹുലിനെ പിന്തുണക്കുന്ന ആളാണ് എന്നൊരു അഭിനയം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രാഹുലിനെ പിന്തുണച്ചിട്ട് VD സതീശനെ കുറ്റം പറയാ. എനിക്ക് മനസ്സിലാവാത്തത്, പ്രതിപക്ഷത്തിരിക്കുന്ന VD സതീശനാണ് രാഹുലിനെ മത്സരിപ്പിച്ച് MLA ആക്കിയത്. ആ VD സതീശനെ എന്തിനാ തെറി വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുലിനെതിരെ കേസെടുത്തത് VD സതീശനാണോ? രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് VD സതീശനാണോ? അപ്പൊ എന്തിനാണ് പിന്നെ VD സതീശനെ തെറി വിളിക്കുന്നത് എന്നുള്ളത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ എന്നിട്ട് ചില ആളുകൾ എന്നോട് പറയാണ്, VD സതീശൻ തോൽക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. ആ കാത്തിരിപ്പേ ഉണ്ടാവുകയുള്ളൂ, ആയുസ് കൊണ്ട് കാണാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സതീശൻ തോറ്റിട്ട് സതീശനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. സതീശൻ 25 കൊല്ലം കൊണ്ട് അയാൾക്ക് വേണ്ടതൊക്കെ അയാൾ നേടിയെടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അയാൾ പലപ്പോഴും രാഹുലിന്റെ പോലും പരിഗണന ലഭിക്കാതെ അവഗണിക്കപ്പെട്ട ഒരു നേതാവാണ് VD സതീശൻ. മനസ്സിലായില്ലേ? രാഹുലിന് കിട്ടിയ അത്ര പോലും പരിഗണന ലഭിക്കാതെ അവഗണിക്കപ്പെട്ട നേതാവാണ് VD സതീശൻ. അയാളിന് തോറ്റാലും അയാൾക്കൊന്നും സംഭവിക്കാനില്ല, ഒരു ചുക്കും സംഭവിക്കാനില്ല. പക്ഷെ അയാളെ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് സങ്കടങ്ങളും സഹിക്കാനുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിഷയം മാറിപ്പോകണ്ട.
പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കുവാനുള്ള എല്ലാവിധ ചരടുവലികളും ഡൽഹിയിൽ ഷാഫി പറമ്പിൽ നടത്തുന്നുണ്ട്. രാഹുലിനെ മത്സരിപ്പിക്കുമെന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതോട് കൂടി രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതായിട്ടുള്ള പ്രഖ്യാപനവും വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ രാഹുലിനെ കുറിച്ച് ഞാനെന്ന് പറയുമ്പോ എന്നോട് വന്നിട്ട് നീ കളവ് പറയാണ്, നീ അങ്ങനെയാണ്, നീ ആരെയാണ്, നീ ചേനയാണ്. അവിടെ ചങ്ങായിമാരെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. മനസ്സിലായില്ലേ? നിങ്ങള് എന്തെങ്കിലും ഒരു വൈകാരികമായ തലത്തിലൂടെ സഞ്ചരിക്കാതെ, ഇമോഷണലി യാത്ര ചെയ്യാതെ കുറച്ച് റിയാലിറ്റിയുടെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ അതാണ് ചോദിച്ചത് നിങ്ങളോട്. എന്തേ രാഹുൽ ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന സെക്കൻഡിലും രാഹുൽ പാലക്കാട് തന്നെ ഉണ്ട്? എന്താ കാര്യം? എന്തുകൊണ്ട് രാഹുൽ പാലക്കാട് വിട്ടില്ല? എന്താ കാര്യം? ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന കോൺഗ്രസിനെ വല്ലാതെ അങ്ങ് തെറി വിളിക്കൊന്നും വേണ്ട. മനസ്സിലായില്ലേ? കോൺഗ്രസ് യഥാർത്ഥത്തില് ഈ പറയുന്ന ചില ആളുകൾ ചില ഘട്ടങ്ങളിൽ പറഞ്ഞ പോലെ രാഹുലിനെ സതീശനും ഷാഫിയും സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു വല്ലാത്തൊരു സംരക്ഷണം തന്നെ ആയിരുന്നു അത്. മനസ്സിലായില്ലേ? സംരക്ഷണം തന്നെയാണ്. ആ സംരക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാഹുലിന് പാലക്കാട് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ MLA സ്ഥാനം പോലും രാജിവെച്ചിട്ട് അയാള് അടൂരിന്റെ വീട്ടിലിരിക്കേണ്ടി വന്നേനെ. ഇന്ന് അയാൾക്ക് പാലക്കാട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പാർട്ടി സംരക്ഷിച്ച് പിടിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, ഒന്നുമല്ലാത്ത രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതും ഒന്നുമല്ലാത്ത രാഹുലിനെ പാലക്കാട്ടെ MLA ആക്കിയതും പാർട്ടിയാണ്. ആ പാർട്ടി തന്നെ വീണ്ടും രാഹുലിനെ മത്സരിപ്പിക്കാനും പോകുന്നു. സതീശനെ തെറി വിളിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. സതീശന്റെ തോൽവി കാത്തിരിക്കുന്ന ഏതെങ്കിലും സഖാക്കൾ ഉണ്ടെങ്കിൽ ഈ രണ്ട് തോണിയിലും കാലുവെക്കുന്ന ഏർപ്പാടാ. ഒറിജിനലി സഖാവാണ്. പിന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നിന്ന് കോൺഗ്രസ്സുകാരനെ അഭിനയിച്ച് സതീശനെ തെറി വിളിക്കുക, അതാണ് ഇപ്പൊ ചില ആളുകളുടെ ഒരു ഏർപ്പാട്. ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. സതീശനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം. എല്ലാവർക്കും അതാ ലക്ഷ്യം. സഖാവിനും സംഘിക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വീഴ്ത്തുന്നത് സതീശനെ ആയിരിക്കണം. പക്ഷേ സതീശനെ വീഴ്ത്താന് നിങ്ങളുടെ തന്തമാരെ ഇനിയും നിങ്ങളെ ജനിപ്പിക്കേണ്ടി വരും. അതിനിപ്പോ എന്ത് ചെയ്യാനാ? എല്ലാത്തിനും തന്തമാര് മണ്ണിനടിയിലല്ലേ. ഇനി അവരെ ജനിപ്പിക്കാൻ മണ്ണിനടിയിലുള്ള അവരുടെ തന്തമാരെ എണീറ്റ് വരേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോ ഈ ജന്മം കൊണ്ട് നിങ്ങൾക്ക് അത് സാധിക്കില്ല എന്നുള്ളതാണ്.